നമസ്തേ. ഇന്ന് ഞാൻ ചക്ക വിഭവത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് വന്നത്. പലർക്കും അറിയാമായിരിക്കും, എങ്കിലും എല്ലാവരും ചക്ക പുഴുക്ക് അല്ലെങ്കിൽ അവിയലിന്റെ കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫും ചേരും, ചമ്മന്തി മാങ്ങാക്കറി ഇവയൊക്കെ ചേരും. വെജിറ്റേറിയൻകാർക്ക് ഇതൊന്നും ബാധകമല്ല. ഞാൻ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് മാങ്ങാക്കറിയോ ചമ്മന്തിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പലപ്പോഴും എന്റെ അമ്മ പണ്ട് ഉണ്ടാക്കി തന്നൊരു കറിയുണ്ട്. അത് എല്ലാവർക്കും അറിയാമോ എന്ന് അറിഞ്ഞൂടെ, എന്തായാലും ഞാൻ ആ റെസിപ്പി ഇടാം. ഇതും ചക്കക്കറിയും കപ്പ മരിച്ചീനിക്കും ഈ കറി ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അതിനെപ്പറ്റി റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഈ കറിയാണ് കേട്ടോ, ഒഴിച്ച് ചക്കയുടെ കൂടെ കഴിക്കുന്ന കറിയാണ്. ഇതിന് ആവശ്യമുള്ളത് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള കറിയുടെ പാചകമാണ് ഞാൻ പറയുന്നത്, റെസിപ്പിയാണ് പറയുന്നത്. അതായത് ഒരു മുറി തേങ്ങയുടെ പകുതി മതിയാവും. അതായത് നമ്മുടെ കൈക്ക് 2 പിടി തേങ്ങ, അത് നന്നായിട്ട് വറുക്കുക. നമ്മൾ തീയലിന് വറുക്കുന്നത് പോലെ വറുക്കുക. നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യമുള്ളത് തീ കുറച്ചിട്ട് 1/2 സ്പൂൺ മല്ലിപ്പൊടി, എരിവ് അത്യാവശ്യം വേണം, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളകാണ് ഇതിന്റെ മെയിൻ ആവശ്യമുള്ള സാധനം കേട്ടോ. അപ്പൊ കുറച്ച് കുരുമുളക്, ഒരു 10-20ഓളം കുരുമുളക് ഇടുക. പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം. പിന്നെ കൊച്ചുള്ളി, ഒരു 4-5 കൊച്ചുള്ളി ആദ്യമേ തന്നെ തേങ്ങയുടെ കൂടെ മുറിച്ചിട്ട് വറുക്കാം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം വറുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റിവെക്കുക. പിന്നെ വേണ്ടത് നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്നത് പോലെ നല്ലവണ്ണം മഷി പോലെ എന്ന് പറയും, നല്ലവണ്ണം അരച്ചെടുക്കുക. അതിനോടൊപ്പം അത്യാവശ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ചെയ്യണം. ഈ അരച്ച കൂട്ട് ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച്, നമ്മൾ ഏത് പാത്രത്തിലാണോ, ചട്ടിയിലാണോ ഏതിലാണോ എന്ന് ഒഴിച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കുക. നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരും. അത് കുറച്ചൊന്ന് കുറുകും. 1.5 ഗ്ലാസ് വെള്ളം കുറച്ചെങ്കിലും വറ്റണം. അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നിറച്ച് ഒരു 2-3 കൊച്ചുള്ളിയും കറിവേപ്പില, ആവശ്യത്തിന് നല്ല കൂടുതൽ കറിവേപ്പിലയുടെ ടേസ്റ്റാണ് ഇതിന് ഏറ്റവും ആവശ്യം, അതിട്ട് കൊച്ചുള്ളിയും ഇട്ട് കടുവറുത്ത് ഒഴിക്കുക. ഇത് കുറച്ച് നല്ല വെള്ളം ചേരുന്ന സാധനമാണ്. ഇത്രയും കുറച്ച് 2 പിടി തേങ്ങയാണെങ്കിൽ കൂടി ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ചേരും. നമുക്ക് വെള്ളം പോലെ ഇരിക്കണം, എങ്കിലാണ് ചക്കയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതാണ് ആ കറി. സിമ്പിളാണ്, പക്ഷെ കുരുമുളകിന്റെ ആ ടേസ്റ്റും ചക്കയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈ സെയിം കറിയാണ് നിങ്ങൾ വെള്ളക്കപ്പയല്ല നമ്മൾ കറി വയ്ക്കുക, തേങ്ങ അരച്ച് വയ്ക്കുന്ന പരിശീനി, അതിനും ഈ കറി വളരെ നല്ലതാണ്. ഞാൻ ഇനി ഇത് എങ്ങനെ കഴിക്കുന്നത് കാണിച്ചു തരാം. ഇത് ചക്കപ്പുഴുക്കാണ്, അവിയലല്ല. അതിന്റെ കൂടെ ഇച്ചിരി ലാവിഷായിട്ട് തന്നെ ഒഴിച്ചോളൂ, എന്നാലാണ് ഇത് ടേസ്റ്റ്. ഇത് ചക്കയും ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കഴിയും. വെജിറ്റേറിയൻകാർക്കും വേണ്ടേ ഒരു സ്പെഷ്യൽ കറി.